നമസ്കാരം. സാധാരണ നമുക്കൊക്കെ തലവേദന വരാറുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നെറ്റിയുടെ രണ്ട് സൈഡിലായിട്ട് അനുഭവപ്പെടുന്ന തീവ്രമായ വേദനയാണ് മൈഗ്രെയിൻ. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് മൈഗ്രെയിൻ വരാനുള്ള കാരണം എന്താണ്, അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്വയം എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതുപോലെ വരാൻ സാധ്യതയുള്ളവർ എന്തൊക്കെ മുൻകരുതൽ എടുക്കണം, അതുപോലെ തന്നെ നമ്മുടെ ഉപബോധ മനസ്സും മൈഗ്രെയിനുമായിട്ടുള്ള ബന്ധം എന്താണ്, അതേക്കുറിച്ചൊക്കെയാണ്. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ഷെയർ ചെയ്യണം. അബ്നോർമലായിട്ടുള്ളൊരു ബ്രെയിൻ ആക്ടിവിറ്റി അത് നെർവ് സിഗ്നൽസിനെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുന്നു. നെർവ് സിഗ്നൽസിനെ മാത്രമല്ല, ചില കെമിക്കൽസിനെ അതുപോലെ ബ്ലഡ് വെസൽസിനെയൊക്കെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുന്നു. മൈഗ്രെയിൻ നമുക്ക് ഫീൽ ചെയ്യാൻ കാരണം അതാണ്. നെറ്റിയുടെ രണ്ട് സൈഡിലായിട്ട് വരുന്ന ശക്തമായ വേദന. ചിലർക്ക് ഇത് ഒരു സൈഡിൽ മാത്രമായിരിക്കും കൂടുതലായിട്ട് തോന്നുന്നത്. ഇടയ്ക്ക് വൊമിറ്റിങ്ങും ഉണ്ടാവും. കൂടാതെ പുരികത്തിൻ്റെ ഭാഗത്തും കണ്ണിൻ്റെ ഭാഗത്തും നല്ല വേദന വരിക, അതുപോലെ തലചുറ്റൽ, തലകറക്കം, കൂടാതെ വയറ് വല്ലാതെ അപ്സെറ്റ് ആകുക, വിശപ്പില്ലാതെ വരിക. എന്നാൽ മധുരത്തിനോട് ഒരു പ്രത്യേക ഇഷ്ടം കാണിക്കുന്നുണ്ട്. അതുപോലെ ചിലരെ സംബന്ധിച്ച് ശരീരം വല്ലാതെ ചൂടാകുന്നു. ചിലർക്ക് ഓവറായിട്ട് തണുക്കുക ചെയ്യുന്നത്, അമിതമായിട്ടുള്ള ക്ഷീണം, ഇതൊക്കെ തന്നെ മൈഗ്രെയിൻ്റെ ലക്ഷണങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ തലയുടെ ഭാഗത്തെ, മുഖത്തിൻ്റെ ഭാഗത്തെ എന്ന് വെച്ചാൽ നമ്മുടെ കഴുത്തിൻ്റെ മേപ്പോട്ടുള്ള നെർവ് സെൽസ് അമിതമായിട്ട് ആക്റ്റീവ് ആകുന്നുണ്ട്. അതാണ് മൈഗ്രെയിൻ വരാനുള്ള പ്രധാന കാരണം. ഏതോ സാഹചര്യത്തിൽ ഇത് അമിതമായിട്ട് ആക്റ്റീവ് ആകുന്നു. അതുപോലെ തന്നെ ചില ഇമോഷണൽ ഫീലിങ്സ് ഉണ്ട്. ദേഷ്യം, അമർഷം, ഇതൊക്കെ ഉള്ളിൽ ഒതുക്കുന്നത്, അലച്ചിലോടുകൂടിയ യാത്രകൾ, ഇതൊക്കെ തന്നെ ഇതിൻ്റെ സെൻസിറ്റിവിറ്റിയെ കൂട്ടാം. അപ്പോൾ ഇതിന് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ചെയ്യേണ്ട നാച്ചുറൽ റെമഡി എന്ന് പറയുന്നത് റിലാക്സേഷൻ തെറാപ്പിയാണ്. ഫിസിക്കൽ ബോഡിയിലും മെൻ്റൽ ബോഡിയിലും ചെയ്യേണ്ട റിലാക്സേഷൻ തെറാപ്പി. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ശരീരത്തിനും മനസ്സിനും റിലാക്സ് കിട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരിക എന്നുള്ളതാണ്. സ്വസ്ഥമായിട്ടിരിക്കുക. അതിനുശേഷം നമ്മുടെ മനസ്സിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും കോൺഷ്യസ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യണം. എന്ന് വെച്ചാൽ എല്ലാ ജഡ്ജ്മെൻറ്റുകളും, എല്ലാ ചിന്തകളും, അത് നെഗറ്റീവും പോസിറ്റീവായിട്ടുള്ള എല്ലാ ചിന്തകളും തൽക്കാലത്തേക്ക്, കുറച്ച് സമയത്തേക്ക് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് വെക്കണം. ഇപ്പോൾ കുട്ടികളാണെങ്കിലും അവരുടെ ആക്ടിവിറ്റീസ് എല്ലാം സ്റ്റോപ്പ് ചെയ്യണം. എഴുതുന്നത്, വായിക്കുന്നത്, പഠിക്കുന്നത്, അതുപോലെ TV കാണുന്നത്, മൊബൈൽ കാണുന്നത്, അമിതമായിട്ട് സംസാരിക്കുന്നത് എല്ലാം സ്റ്റോപ്പ് ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് മണിക്കൂറത്തേക്ക് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും പൂർണ്ണ വിശ്രമം, ഒന്നും ചെയ്യാത്ത അവസ്ഥ അത് ക്രിയേറ്റ് ചെയ്യണം. അതുപോലെ ഇവരോട് കൂടുതലായിട്ട് ഈ അവസ്ഥയെക്കുറിച്ച് ചോദിച്ച് സംസാരിപ്പിച്ച് ഈ കാര്യത്തിലങ്ങ് കൂടുതൽ ഏകാഗ്രമാകുകയും ചെയ്യരുത്. അപ്പം നമ്മുടെ ശരീരത്തിൻ്റെ മസിൽസിനെയും ഇന്നർ ഓർഗൻസിനെയൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യിപ്പിക്കാനായിട്ട് വെളിച്ചം കുറവുള്ള, റിലാക്സേഷൻ ചെയ്യാൻ പറ്റിയ ഒരു മുറി തിരഞ്ഞെടുക്കണം. അതിനുശേഷം ഒരു കസേരയിൽ നട്ടെല്ല് നിവർന്നിരിക്കുക. ഡീപ്പായിട്ട് മൂക്കിൽ കൂടി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. വായിൽ കൂടി ശക്തമായിട്ട് പുറത്തേക്ക് വിടുക. അങ്ങനെ ഡീപ്പ് ബ്രീതിങ് റിലാക്സേഷൻ ടെക്നിക്ക് ഒരു 3 പ്രാവശ്യം ചെയ്യണം. അതിനുശേഷം നമ്മൾ 2 തള്ളവിരലുകൊണ്ട് നെറ്റിയുടെ 2 സൈഡിലായിട്ട് ആ വേദനയുള്ള ഭാഗത്ത് ജസ്റ്റ് ഒന്ന് അമർത്തി പിടിക്കുക. ഒരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്തിട്ട് റിലീസ് ചെയ്യണം. ഈ സമയം നമുക്ക് ചെറിയൊരു പെയിൻ എടുക്കും, എന്നാലും ഒരു 10 സെക്കൻഡ്സ് തന്നെ ഹോൾഡ് ചെയ്തിട്ട് റിലീസ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ ഹോൾഡ് ചെയ്ത് പ്രഷർ കൊടുക്കുന്ന രീതി ഒരു 7 പ്രാവശ്യമെങ്കിലും ചെയ്യണം. അതിനുശേഷം നമ്മൾ വീണ്ടും അവിടെ നിന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് പുറകോട്ട് കൊണ്ടുവരിക. ഈ 2 സൈഡിലോട്ടും ജസ്റ്റ് ചെറിയൊരു മസാജ് പോലെ കൊണ്ടുവരിക. അതിനിടയ്ക്ക് നമ്മളൊന്ന് പ്രസ് ചെയ്യുകയും മസാജ് ചെയ്യുകയും കൂടെ ചെയ്യുക. 2 ഒരേ സമയത്ത് ചെറുതായിട്ടൊന്ന് നമ്മൾ തള്ളവിരൽ കൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകുന്നു. അതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നു. മസാജ് ചെയ്ത് 2 സൈഡിലോട്ടും ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്യുന്നു. ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് പ്രസ് ചെയ്യുകയും കൂടെ വേണം. ആ പ്രസ്സിങ്ങും മസാജിങ്ങും കൂടെ ഒരുപോലെ ചെയ്യണം.
അപ്പോൾ ഇതിന് ശേഷം നമ്മുടെ കൈപ്പത്തി കൊണ്ട് കഴുത്തിൻ്റെ പുറകുവശത്ത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുകയും റിലീസ് ചെയ്യുകയും ചെയ്യണം. ഒരു 10 ടൈംസ് അത് ചെയ്യണം. കൈപ്പത്തി കൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യുക, റിലീസ് ചെയ്യുക, പ്രസ് ചെയ്യുക, റിലീസ് ചെയ്യുക. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മൾ ഈ ചെയ്തതിൻ്റെ ഇടയ്ക്കൊക്കെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡീപ്പ് ബ്രീത്തിങ് റിലാക്സേഷൻ ചെയ്യണം. മൂക്കിൽ കൂടി ശ്വാസം എടുത്ത് വായിക്കൂടെ വിടുന്ന ആ റിലാക്സേഷൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ ഷോൾഡർ ഭാഗത്ത് 2 കൈപ്പത്തി കൊണ്ട് നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്ത് റിലാക്സ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കൂടുതലായിട്ട് ട്രിഗർ ചെയ്തിരിക്കുന്ന ആ ഭാഗത്തൊക്കെയുള്ള മസിൽസും നെർവ് സെൽസും എല്ലാം ഒന്ന് റിലാക്സ് ചെയ്യും. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കൈവിരൽ ഓരോ വിരലിൻ്റെ അറ്റത്തും നന്നായിട്ട് റബ്ബ് ചെയ്യുക. ഓരോ വിരലിൻ്റെ അറ്റത്തും നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുക. ഒരു 10 സെക്കൻഡ്സ് നമ്മൾ റബ്ബ് ചെയ്ത് കൊടുക്കണം. ഓരോ വിരലും മാറി 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 റബ്ബ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പ്രസ് ചെയ്യുക. വീണ്ടും ഒരു 10 സെക്കൻഡ് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കണം. ഓരോ വിരലിൻ്റെ അറ്റത്തും പ്രസ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഓരോ വിരലും മാറി 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 നമ്മൾ എല്ലാ വിരലും 2 കൈയുടെ വിരലുകളും നന്നായിട്ട് മാറി മാറി പ്രസ് ചെയ്യുക, റബ്ബ് ചെയ്യുക, പ്രസ് ചെയ്യുക. അതിനുശേഷം ഈ സെൻറ്റർ ഭാഗത്ത് പ്രസ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ബ്രെയിനിൽ നിന്ന് വരുന്ന നെർവ് സെൽസ് ധാരാളമായിട്ട് നമ്മുടെ കാൽവിരലിലും ഉണ്ട്, കൈവിരലിലും ഉണ്ട്, രണ്ടിടത്തുമുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് റിലാക്സ് ചെയ്യാനായിട്ട് അതിൻ്റെ നെർവ് എൻഡിങ്സിൽ പ്രസ് ചെയ്യുകയും അതുപോലെ തന്നെ മസാജ് ചെയ്യുകയും ഒക്കെ ചെയ്താൽ അത് പെട്ടെന്ന് റിലാക്സ് ആവും. അതുപോലെ തന്നെ കാലിലും ചെയ്യാം. നമ്മളൊരു കട്ടിലിൽ തല ഉയർത്തി വെച്ച് കാല് നിവർത്തി കിടക്കുക. അതിനുശേഷം കാൽ വിരലിൽ ഒരുപക്ഷെ നമുക്ക് സ്വയം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വേറെ ആരെങ്കിലും കൊണ്ട് ചെയ്യിപ്പിക്കാം. കാലിൻ്റെ വിരൽ നന്നായിട്ട് പ്രസ് ചെയ്യാൻ പറയുക. കാലിൻ്റെ ഓരോ വിരലും മാറി മാറി നന്നായിട്ട് പ്രസ് ചെയ്യിപ്പിക്കുക. അതോടൊപ്പം കാൽപാദത്തിന് ഒരു ലൈറ്റായിട്ടുള്ളൊരു മസാജ് കൊടുക്കുക. കൂടുതൽ ഹാർഡായിട്ട് വേണ്ട, ലൈറ്റായിട്ടുള്ളത്. അതുപോലെ ഈ കഴുത്തിൻ്റെ ഭാഗത്തും ഷോൾഡർ ഭാഗത്തും ഒക്കെ നമ്മളിങ്ങനെ ഒരു കസേരയിൽ ഇങ്ങനെ റിലാക്സ് ചെയ്തിരുന്നിട്ട്, നട്ടല് നിവർന്ന് റിലാക്സ് ചെയ്തിരുന്നിട്ട് മറ്റാരെങ്കിലും കൊണ്ട് ചെയ്യിപ്പിക്കാം. അത് കുറച്ചുകൂടെ നമുക്ക് എഫക്റ്റീവായിരിക്കും. പക്ഷെ ചെയ്യുമ്പം നമുക്ക് കുറച്ച് റിലാക്സ് കിട്ടുന്ന രീതിയിൽ വേണം ചെയ്യാൻ. ഒത്തിരി ഹാർഡായിട്ടല്ല, സോഫ്റ്റായിട്ട്, ലൈറ്റായിട്ട്. എന്നാൽ മസിൽസ് റിലാക്സ് ആകുകയും വേണം. ആ രീതി ചെയ്യണം. അപ്പോൾ മൈഗ്രെയിൻ വരാൻ പോസിബിലിറ്റി ഉള്ളവരെ സംബന്ധിച്ച് അത് വരാതിരിക്കാനായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം ട്രിഗറിങ് ഫാക്ടേഴ്സ് ഏതാണെന്ന് അറിഞ്ഞ് അത് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ പലർക്കും പലതാണ്. ചിലർക്ക് സ്മെല്ലായിരിക്കും, ചിലർക്ക് വെളിച്ചമായിരിക്കും, പ്രകാശമായിരിക്കും, അല്ലെങ്കിൽ ശബ്ദമായിരിക്കും, അമിതമായ ശബ്ദം അല്ലെങ്കിൽ അമിതമായ പ്രകാശം. ചിലർക്കാണെങ്കിൽ ചില പ്രത്യേക സാഹചര്യമായിരിക്കും. അതല്ലെങ്കിൽ അമിതമായിട്ടുള്ള സ്ട്രെസ്സ് വരുന്ന സാഹചര്യം, ദേഷ്യം വരുന്ന സാഹചര്യം, എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്ന സാഹചര്യം, ആകാംക്ഷ ഉണ്ടാക്കുന്ന സാഹചര്യം, ഇതൊക്കെ ഒഴിവാക്കാം. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.